ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ജയിൽ വകുപ്പിൽ നല്ല അന്തസ്സുള്ള ഒരു ഗസറ്റഡ് റാങ്ക് ജോലി നോക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ദ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 മെയിൻ പരീക്ഷ അടുത്ത് തന്നെ വരുന്നുണ്ട്. അടിപൊളി ശമ്പളവും നല്ല പ്രൊമോഷൻ സാധ്യതയുമുള്ള സൂപ്പർ കാറ്റഗറിയാണിത്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷാ കലണ്ടറും സിലബസും പഠിക്കേണ്ട വഴികളുമൊക്കെ നമുക്കൊന്ന് സിമ്പിളായിട്ട് നോക്കാം. പരീക്ഷാ കലണ്ടർ. ഈ ജൂലൈ മാസം നമ്മുടെ സിലബസൊക്കെ നന്നായി നോക്കി തീവ്രമായി പഠിക്കാനും റിവിഷൻ ചെയ്യാനുമുള്ള സമയമാണ്. ഓഗസ്റ്റ് 31-നാണ് ഈ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് റിലീസ് ചെയ്യുന്നത്. സെപ്റ്റംബർ 14-ാം തീയതിയാണ് നമ്മുടെ എക്സാം. പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ തന്നെ റാങ്ക് ലിസ്റ്റ് വരും. ഒപ്പം ഫിസിക്കൽ അളവെടുപ്പും ഉണ്ടാകും. ജോലിയും ശമ്പളവും. ഈ ജോലി കിട്ടിയാൽ ജയിൽ ഭരണം, സുരക്ഷാ കാര്യങ്ങൾ, തടവുകാരുടെ പുനരധിവാസം ഒക്കെയാണ് നോക്കേണ്ടത്. ഗസറ്റഡ് ഓഫീസർ പദവിയാണ്. ശമ്പളത്തിൻ്റെ കാര്യം പറയുകയേ വേണ്ട. ബേസിക് പേ തന്നെ 43,400 മുതൽ 91,200 വരെയാണ്. പോരാത്തതിന് DA, HRO, സ്പെഷ്യൽ റിസ്ക് അലവൻസ്, നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ വേറെയും കിട്ടും. പ്രമോഷനും പെട്ടെന്ന് കിട്ടും. പരീക്ഷാ രീതി നോക്കുകയാണെങ്കിൽ പരീക്ഷ വരുന്നത് ഓഫ്ലൈൻ OMR രീതിയിലാണ്. മൊത്തം 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ എഴുതി തീർക്കാൻ 1 മണിക്കൂറും 15 മിനിറ്റും കിട്ടും. അതായത് 75 മിനിറ്റ്. GK ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും. പിന്നെ മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ പോലുള്ള പ്രാദേശിക ഭാഷകളിലും ചോദ്യങ്ങൾ വരും. ഒരു കാര്യം പ്രത്യേകം ഓർത്തോണം, നെഗറ്റീവ് മാർക്കുണ്ട്. ഓരോ തെറ്റായ ഉത്തരത്തിനും 1/3 മാർക്ക് വീതം കുറയും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി. സിലബസ്. നമുക്ക് ഇതിൻ്റെ സിലബസ് പ്രധാനമായിട്ടും 3ആയിട്ട് തിരിക്കാൻ കഴിയും. ഭരണഘടനയും നിയമവും, പൊതുവിജ്ഞാനം, ഭാഷാജ്ഞാനം. ഇന്ത്യൻ ഭരണഘടന, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ, ജയിൽ ചട്ടങ്ങൾ, മനുഷ്യാവകാശം ഒക്കെയാണ് ഭരണഘടനയും നിയമവും എന്ന കാറ്റഗറിയിൽ വരുന്നത്. കേരള ചരിത്രം, ഭൂമിശാസ്ത്രം, കറണ്ട് അഫയേഴ്സ്, പിന്നെ നമ്മുടെ ലളിത ഗണിതവും റീസണിങ്, IT കാര്യങ്ങളും പൊതുവിജ്ഞാനത്തിൽ ഉൾപ്പെടും. ഇംഗ്ലീഷ് ഗ്രാമറും ഒപ്പം നമ്മുടെ പ്രാദേശിക ഭാഷയായ മലയാളത്തിൻ്റെ ഗ്രാമറും വിവർത്തനവും ഒക്കെയാണ് ഭാഷാജ്ഞാനത്തിൽ വരുന്നത്. ഇനി ഈ പരീക്ഷ എങ്ങനെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യുമെന്ന് നോക്കാം. ദിവസം ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ പഠിക്കാനായിട്ട് മാറ്റിവെക്കണം. ഭരണഘടനയ്ക്കും ജയിൽ നിയമങ്ങൾക്കും കുറച്ചു കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കണം. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും OMR ഷീറ്റ് വെച്ച് മോക്ക് ടെസ്റ്റ് ചെയ്ത് ശീലിക്കണം. 75 മിനിറ്റിൽ 100 ചോദ്യങ്ങൾ ചെയ്യാനുള്ള സ്പീഡ് കിട്ടാനും നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും ഇത് ഒത്തിരി സഹായിക്കും. ബേസിക്സ് പഠിക്കാൻ നമ്മുടെ SCERT, NCERT പാഠപുസ്തകങ്ങൾ നോക്കാം. കറണ്ട് അഫയേഴ്സിന് ദിവസവും പത്രം വായിക്കാൻ മടിക്കരുത്. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ നല്ല ലക്ഷ്യബോധത്തോടെ കഠിനാധ്വാനം ചെയ്താൽ യൂണിഫോം ഇട്ട ഈ ഒരു കിടിലൻ ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ psc.kerala.gov.in നോക്കാവുന്നതാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.